ഗുരു ഓം നടരാജഗുരുവിൻ്റെ ആത്മാവിഷ്കാരമായ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം തർജിമ. യൂറോപ്പിലേക്ക് എന്ന അധ്യായം, ഭാഗം 1. ജീവിതം ഒരു കൽത്തുറങ്കാണ്. അവിടെ പരസ്പരം മത്സരിക്കുന്ന സാപേക്ഷ താൽപ്പര്യങ്ങൾ ആത്മാവിനെ നിരപേക്ഷതയുടെ സഹജമായ മുക്തിയിലേക്ക് പറന്നുയർന്ന് പോകാൻ അനുവദിക്കാതെ താഴത്തേക്ക് പിടിച്ചു വലിക്കുന്നു. സൂക്ഷ്മമായ ചങ്ങലകൾ എല്ലാ മനുഷ്യരെയും അവരറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ബന്ധിക്കുന്നു. കൂട്ടിലടയ്ക്കപ്പെട്ട ഭാഗ്യഹീനയായൊരു ശുകിയെപ്പോലെ സാമൂഹ്യ ജീവിതത്തിലെ സാപേക്ഷമായ ഭിന്ന താൽപ്പര്യങ്ങളിൽ അന്തർഭവിക്കുന്ന ബന്ധനത്തിൽ എല്ലാവരും അനുനിമിഷം കുരുങ്ങി വീണുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ചലനങ്ങളും ചിന്തകളും വാക്കുകളുമെല്ലാം വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സാപേക്ഷമായൊരു ചുറ്റുപാടിലിരുന്നു കൊണ്ട് ഒരുവൻ തൻ്റെ അപരതന്ത്രഭാവം നിർബന്ധമായി നിലനിർത്തുകയാണെങ്കിൽ സത്യകാമന്മാർക്ക് സംഭവിച്ചിട്ടുള്ളതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അനുഭവം തന്നെ അയാൾക്കുമുണ്ടാവും. സോക്രട്ടീസിന് വിഷം കുടിക്കേണ്ടി വന്നു. അല്ലാഹു ഒന്നേയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചതിന് മുഹമ്മദ് നബിക്ക് തൻ്റെ ശിഷ്യന്മാരെയും അവരുടെ പത്നിമാരെയും സംരക്ഷിക്കാൻ 40 ദിവസം ജിഹാദ് നടത്തേണ്ടി വന്നു. യേശുവിനെ ക്രൂശിച്ചു. ദൈവശാസ്ത്രത്തിൽ മതവിശ്വാസത്തേക്കാൾ ശാസ്ത്രയുക്തമായ നിരപേക്ഷ വീക്ഷണം പുലർത്തിയതിന് ബ്രൂണോയെ ജീവനോടെ ദഹിപ്പിച്ചത് കുറെ കൂടി അടുത്ത കാലത്ത് നടന്ന സംഭവമാണ്. റൂസോയെയും വോൾട്ടയറെയും നാടുകടത്തി അപമാനിച്ചു. ജോൺ ഓഫ് ആർക്ക്, ഹൈപ്പേഷ്യ, അബലാഡ് എന്നിവർക്കും അതാത് കാലദേശങ്ങളിൽ സാപേക്ഷതയുടെ യഥാർത്ഥമോ കാൽപ്പനികമോ ആയ ദേവതാ വിഗ്രഹങ്ങളുടെ ക്രൂരമായ ബലിപീഠത്തിൽ ജീവൻ അർപ്പിക്കേണ്ടി വന്നു. കാൽപ്പനികമായ വിഗ്രഹാരാധനയാണ് ഏറെ ഹാനികരം. അതിൻ്റെ ദോഷം പ്രത്യക്ഷത്തിൽ കാണാവുന്നതല്ല. വിരോധ പ്രതിഭാസത്തിൽ, ദ്വയാർത്ഥത്തിൽ അഥവാ വികൽപ്പജാലത്തിൽപ്പെട്ട് സത്യകാമൻ ഇതി കർത്തവ്യതാമൂഢനായി നിന്നു പോകുന്നു. ഇങ്ങനെ കെണിയിൽ പെടുകയും ധീരമായൊരു തീരുമാനമെടുക്കാൻ കഴിവില്ലാതാവുകയും ചെയ്യുമ്പോൾ അപരതന്ത്രത പരാജയമടയുന്നു, തത്വത്തിൽ മരണമടയുന്നു. സാമൂഹ്യമോ സാൻമാർഗികമോ മതപരമോ ആയ ശ്വാസം മുട്ടിക്കുന്നൊരന്തരീക്ഷത്തിൽ ധാർമ്മികമോ ആധ്യാത്മികമോ ആയൊരു ജീവിതത്തിനുള്ള എല്ലാ സാധ്യതകളും അസംഗതമായി തീരുന്നു. ഇങ്ങനെയാണ് അപരതന്ത്രതയ്ക്ക് വേണ്ടിയുള്ള പോര് വീണ്ടും വീണ്ടും പരാജയത്തിൽ കലാശിക്കുന്നത്. ഇത് വ്യക്തിയുടെ ജീവിതത്തിലും ചരിത്രത്തിലും സംഭവിക്കാം. പരതന്ത്രതയിൽ നിന്ന് വീണ്ടും വീണ്ടും ഓടി രക്ഷപ്പെടുക മാത്രമാണ് ഇതിന് ഒരേ ഒരു പരിഹാരം. ഗുരു കൂട് തുറന്നു തരുന്നു എന്ന ഉപാധ്യായം. ഗുരു എനിക്ക് വാത്സല്യപൂർവമായ പരിഗണന നൽകിയിരുന്നെങ്കിലും അവിടുത്തെ അനുയായികൾ ഞാൻ ഉള്ളതായി പോലും ഗണിക്കാതെ അഗണ്യകോടിയിൽ തള്ളിയത് എങ്ങനെയെന്നുള്ള കഥ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഒരുത്തരിലും ഞാൻ എന്നെപ്പറ്റി ഒരു മതിപ്പുണ്ടാക്കിയതായി തോന്നിയതേയില്ല. എന്നെ ആർക്കും വേണ്ടെന്ന് എനിക്ക് തന്നെ അനുഭവപ്പെട്ടു. എങ്കിലും ആരും അത് പുറമെ പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ പ്രവർത്തനക്ഷമമായ ഏതെങ്കിലും ഒരു സന്ദർഭത്തോട് ഇണങ്ങിക്കൊള്ളുവാൻ എനിക്ക് കഴിഞ്ഞില്ല. സ്വധർമ്മം കൈവിടിഞ്ഞൊരാളെപ്പോലെ ഓരോ കൂട്ടരോട് ഇണങ്ങുവാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ എല്ലാം വ്യർത്ഥമായി. ഏത് നേതാവായാലും വിഭാഗമായാലും അവരെല്ലാം പാരതന്ത്ര്യത്തിൻ്റെ ഒരു മാതൃകയെ അല്ലെങ്കിൽ സോപാനത്തെ അവലംബിക്കുന്നവരാണ്. എനിക്ക് ഏറ്റവും വിലയേറിയ മൗലിക തത്വങ്ങളിൽ അവരെല്ലാം ഒരു വക വിട്ടുവീഴ്ച മനോഭാവമാണ് അംഗീകരിച്ചിരുന്നത്. ഈ തത്വങ്ങൾക്ക് അവർ പ്രാധാന്യമൊന്നും കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ എൻ്റെ മുന്നിൽ ആവിർഭവിച്ച അപൂർവമെന്ന് പറയേണ്ട ഒരു മൂല്യപ്രപഞ്ചം ആരുമായി ഒരു തരത്തിലുമുള്ള ചാർച്ചയോ ചേർച്ചയോ ഹൃദയപൂർവകം സ്ഥാപിക്കാൻ ഉതകുന്നതായിരുന്നില്ല. ഉദാസീനമായ കൂട്ടുകൂടൽ അധികകാലം നിലനിൽക്കുകയില്ലെന്നുള്ളത് തീർച്ചയാണല്ലോ. സങ്കീർണമായ മൂല്യങ്ങളുടെ ഒരു ലോകത്തിൽ
ഇങ്ങനെ ആകർഷണ പ്രത്യാകർഷണങ്ങളുടെ ഞെരുക്കത്തിനും തള്ളി നീക്കലിനും വിധേയമായി വികൃതിയായൊരു കുട്ടിയുടെ കയ്യിലകപ്പെട്ട് പിടയുന്ന കിളിയെപ്പോലെ ഞാൻ പകച്ചു നിന്നു. എനിക്ക് അപരതന്ത്രതയുടെ സ്വതന്ത്രവായു ശ്വസിക്കണം. ഞാൻ അകപ്പെട്ടിരുന്ന കൂട്ടിനുള്ളിൽ കെട്ടിനിന്നിരുന്ന ദുഷിച്ച വായു എൻ്റെ പ്രായത്തിനും അഭിരുചിക്കുമൊത്ത ഒരു പൂർണ്ണ ജീവിതം നയിക്കാനുള്ള ഔത്സുക്യം എനിക്ക് നൽകിയില്ല. ഗുരുവിന് മാത്രമേ എന്നെ മനസ്സിലായുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ വിദ്യാഭ്യാസ പരിശീലനം പൂർത്തിയാക്കുന്നതിനു വേണ്ടി വിദേശത്തേക്ക് പോകാനുള്ള ധനസഹായത്തിനും ഗുരു ഏർപ്പാടാക്കി കഴിഞ്ഞിരുന്നു. സാപേക്ഷമായ താല്പര്യങ്ങൾ കൊണ്ട് സാന്ദ്രമായിരുന്ന നിശ്ഛേദനമായൊരു അന്തരീക്ഷത്തിൽ എനിക്കിനി തങ്ങാനാവുകയില്ല എന്നായി. പുല്ല് തിന്നാൻ എന്ന വ്യാജേന തൊഴുത്തിൽ തന്നെ കെട്ടിയിട്ടിരുന്ന അർദ്ധപട്ടിണിയിലായൊരു പശുവിനെ കെട്ടഴിച്ച് വിടുമ്പോഴത്തെ പോലെ ഞാൻ ഒരു ദിവസം പാശ്ചാത്യ നാഗരികതയെന്ന വിശാല ലോകത്തിലേക്ക് പറന്ന് പറന്ന് പോവുകയായി. ഗുരു അനുഗ്രഹപൂർവം പണം തരുന്നു എന്ന ഉപാധ്യായം. ഞാനൊരു പ്രശ്നം സൃഷ്ടിക്കുന്ന ശിഷ്യനായിരുന്നിരിക്കണം. മറ്റെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു താവളത്തിൽ നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ ഇതാ ഈ ഒരു ഒറ്റയാൻ, ആർക്കും കീഴ്പ്പെടാതെ തനിയെ പടപൊരുതുന്ന ഒരു യോദ്ധാവ്. ഒരു പ്രത്യേക വ്യക്തിയുടെ ജീവിതഗതിയിൽ താല്പര്യം കാട്ടുക എന്നത് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം സാധാരണമല്ല. എന്നിരിക്കലും ഗുരുവിന് വേണ്ടി ഏകോദ്ദിഷ്ടമായി ഞാൻ ആത്മാർപ്പണം ചെയ്തിരിക്കുകയാണെന്നറിഞ്ഞ് അവിടുന്ന് തൻ്റെ പതിവ് രീതി വിട്ട് വന്ന് വിദേശയാത്രയ്ക്കുള്ള പണവും അനുഗ്രഹവും തന്ന് എന്നെ ആശീർവദിച്ചു. ഗുരുവിൻ്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന ശിവഗിരി ഇംഗ്ലീഷ് സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്ന അന്ന് അതിനെ ഞാനൊരു മാതൃകാ വിദ്യാലയമാക്കി തീർക്കണമെന്നായിരുന്നു ഗുരുവിൻ്റെ സങ്കല്പം. പക്ഷേ ഇക്കാര്യത്തിലുള്ള എൻ്റെ പദ്ധതികളൊന്നും ലോക്കൽ കമ്മിറ്റിക്കാരുടേതുമായി പൊരുത്തപ്പെട്ടില്ല. അതിനാൽ കൂടുതൽ വിശാലമായ രംഗങ്ങളിൽ പോയി എൻ്റെ രക്ഷാമാർഗം ഞാൻ തേടേണ്ടി വന്നു. ഗുരുവിൻ്റെ സൂക്ഷ്മദൃഷ്ടി എൻ്റെ കഷ്ടസ്ഥിതി മനസ്സിലാക്കി. അങ്ങനെ ബന്ധനസ്ഥനായ കിളിയെ ഗുരു കൂട് തുറന്നു വിട്ടു. ആദ്യം എനിക്ക് കൊളംബിലേക്കാണ് പോകേണ്ടത്. അവിടെ നിന്ന് കപ്പൽ കയറണം. വർക്കല വിടുന്ന സന്ദർഭത്തിൽ എനിക്കൊരു മംഗളപത്രം നൽകാൻ തീരുമാനിച്ചു. സ്കൂളിലെ പുതുതായി പണി തീർത്ത ഒരു മുറിയിൽ ഗുരു വിശ്രമിക്കുകയാണ്. യാത്രയയപ്പ് നൽകുന്നതിനുള്ള ചടങ്ങുകൾ വർക്കലയിലെ പൗരാവലിയാണ് ഏർപ്പാട് ചെയ്തത്. 1928 മെയ് മാസം 20 ചേർന്ന സമ്മേളനത്തിൽ വെച്ച് എനിക്ക് നൽകിയ ആ മംഗളപത്രത്തിലെ വാചകങ്ങൾ ഞാൻ വായിച്ചപ്പോൾ ഒരു വാക്യം പ്രത്യേകം ശ്രദ്ധേയമായി കണ്ടു. എന്നെ അവിടുത്തെ പൗരവൃന്ദം അഗണ്യകോടിയിലാണ് തള്ളിയിരുന്നതെങ്കിലും എന്നെ അഭിനന്ദിക്കുന്ന ചിലർ അണിയറയിൽ മൗനമായി ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന് അത് തെളിയിച്ചു. എൻ്റെ ജീവിതം പ്രഥമ ദൃഷ്ടിയിൽ പരാജിതമായി തോന്നിയെങ്കിലും അതിൻ്റെ ആഴത്തിൽ പ്രാധാന്യമുള്ള എന്തോ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. പൊതുജനങ്ങൾക്ക് വേണ്ടി മംഗളപത്രം എഴുതിയുണ്ടാക്കിയത് സ്കൂളിലെ ഇംഗ്ലീഷ് സഹാധ്യാപകനായ മിസ്റ്റർ റാം ആണെന്നറിഞ്ഞു. അദ്ദേഹം എഡ്വേർഡ് ഭരണകാലത്തെ ഒരു മെട്രിക്കുലേഷൻകാരനായിരുന്നെങ്കിലും ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ള ആളാണെന്ന് വെളിവായി. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: അങ്ങയുടെ ജീവിതത്തെ സിസറോയുടെ ജീവിതത്തോട് ഉപമിക്കാം. സിസറോ ഡെൽഫിയിലെ ഓറക്കിളിനോട് ഏറ്റവും ഉന്നതനായ കീർത്തി ആർജിക്കുന്നത് എങ്ങനെയാണെന്ന് ആരാഞ്ഞപ്പോൾ സ്വന്തം മേധാശക്തിയെ ജീവിതത്തിലെ മാർഗദർശിയാക്കുക, ജനങ്ങളുടെ അഭിപ്രായത്തെ അതിനുവേണ്ടി തേടരുത് എന്ന ഉത്തരമാണ് കിട്ടിയത്. ദേവവാണി വിഗ്രഹത്തിൻ്റെ ഈ അരുളപ്പാട് എൻ്റെ കാര്യത്തിൽ എത്ര ശരിയായിരുന്നു എന്നത് മിസ്റ്റർ റാമിന് തന്നെ പരിശോധിച്ച് നോക്കാവുന്നതാണ്. അദ്ദേഹത്തെ ഈ അടുത്ത കാലത്ത് ഞാൻ സിംഗപ്പൂരിൽ വെച്ച് കണ്ടു. വയോധികനായി പുത്രന്മാരും പൗത്രന്മാരും ചുറ്റിനുമുണ്ട്. സമാധാന കാലത്തെ ഒരു ധീര യോദ്ധാവ്. സ്വരാജ്യം വിട്ടുപോയി തൻ്റെ ജീവിതത്തിൻ്റെ ഉത്തമ ഭാഗം മുഴുവൻ അജ്ഞാതനായൊരു അധ്യാപകനായിട്ട്
ശിശു വിദ്യാഭ്യാസത്തിനു വേണ്ടി സമർപ്പണം ചെയ്തു. 35 സംവത്സരങ്ങൾക്ക് ശേഷം 1964 ജനുവരിയിൽ ഇത് എഴുതുമ്പോൾ അന്ന് അദ്ദേഹം എനിക്ക് ആശംസിച്ച മംഗളം ഇതാ ഞാൻ പ്രത്യർപ്പണം ചെയ്തുകൊള്ളുന്നു. അകലെ നിന്നാണ്, കാലവുമേറെ കഴിഞ്ഞു. എന്നിരിക്കലും ഇത്തരം ആശംസകൾ സർവാസമാശ്ലേഷിയായ പരമ്പൊരുളിൻ്റെ പേരിൽ മനുഷ്യപ്രകൃതിയെ മഹത്വപ്പെടുത്തട്ടെ. ഒരു പ്രതിധ്വനി എന്ന വണ്ണമോ അനശ്വരതയുടെ പ്രകാശം എന്ന വണ്ണമോ. ഗുരു വിശ്രമിച്ചിരുന്ന സ്കൂൾ കെട്ടിടത്തിൻ്റെ മറ്റേ അറ്റത്ത് ഉറ്റ സുഹൃത്തുക്കളുടെ സമ്മേളനം നടക്കുകയാണ്. എൻ്റെ പാശ്ചാത്യ യാത്രയെ ചൊല്ലി അവിടെ കാട്ടിക്കൂട്ടിയ ഈ ബഹളങ്ങളൊക്കെ സാക്ഷിയായി ഗുരു അവിടെ ഇരുന്ന് ഞാൻ ഓർക്കുന്നു. സമ്മേളന ചടങ്ങുകൾക്ക് ശേഷം ഞാൻ ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കപ്പെട്ടു. രോഗശയ്യാവലംബിയാണ് ഗുരു. കാണുകയും കേൾക്കുകയും ചെയ്യാവുന്ന യാഥാർത്ഥ്യങ്ങളുടെ ഈ ലോകത്തു നിന്ന് എന്നേക്കുമായി ഗുരുവിനെ കൊണ്ടുപോകാനെത്തിയ അന്തിമ രോഗമായിരുന്നു അത്. എങ്കിലും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾക്കൊന്നും വിലയില്ലാത്ത സത്യത്തിൻ്റെ ലോകത്ത് ഗുരു ഭദ്രമായി ജീവിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലഭ്യമായ കീർത്തി കൊണ്ട് പൂർത്തി വന്ന ആത്മനിഷ്ഠമായൊരു സ്വയം പ്രഭാവത്തിൻ്റെ സ്വതന്ത്രതയോടെ ഗുരു പരിലസിക്കുന്നു. പതിവുള്ള രീതിയിൽ ഞാൻ ഗുരുവിനോട് വിടവാങ്ങി. എല്ലായ്പ്പോഴും പാദനമസ്കാരമോ സാഷ്ടാംഗ പ്രണാമമോ ഞാൻ നടത്താറില്ല. താണ് വണങ്ങുക മാത്രം ചെയ്യും. കന്യാകുമാരി മുതൽ കാശ്മീരം വരെ പ്രാചീന ഭാരതത്തിൻ്റേതായി ഇന്നോളം നിലനിന്നു പോരുന്ന പരമ്പരാഗതമായ ചടങ്ങുകളിൽ അത്യന്തം ഹൃദയസ്പൃക്കായ ഈ ആചാരത്തെ ഞാൻ ചിലപ്പോഴൊക്കെ മാത്രമേ അനുവർത്തിച്ചിട്ടുള്ളൂ. ഗുരുവിൻ്റെ പാദപാംസുക്കൾ തൊട്ട് വന്ദിക്കുക എന്നത് ലോകത്തിൽ മറ്റെങ്ങും കാണാത്ത തരത്തിൽ ഭാരതീയ ജീവിതത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും പ്രത്യേകത കാട്ടുന്നൊരടയാളമാണ്. ആധുനികത്തിൻ്റെ ശാസ്ത്രീയമായി പുനഃപരിശോധിക്കപ്പെട്ട വേദാന്തപരമായ ധാരണകളുടെയും പേരിൽ തൊഴുകൈയോടുകൂടിയ വണക്കം മതിയാകും എന്ന് ചിന്തിക്കാനുള്ള പ്രവണതയാണ് എനിക്കുണ്ടായിരുന്നതെങ്കിലും ഞാൻ അന്ന് ചെയ്തതിനേക്കാൾ പാരമ്പര്യമനുസരിച്ച് ഈ ആചാരം അനുഷ്ഠിച്ചിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരാൾ മറ്റൊരാളെ കുമ്പിടുന്നതും ആധുനിക മനുഷ്യൻ്റെ അന്തസ്സിന് ചേർന്നതല്ലെന്നാണ് കരുതിപ്പോരുന്നത്. എന്നാൽ ധ്യാനപരായണമായ മൂല്യങ്ങളുടെ ലോകത്തിൽ ഈ വണക്കം മനുഷ്യന് മനുഷ്യനോടുള്ള ബന്ധത്തിൻ്റെ അന്തസ്സ് പരിപാലിക്കുക തന്നെ ചെയ്യുന്നു. ദൈവത്തെയും മനുഷ്യനെയും ഒരുപോലെ തരം താഴ്ത്തുന്നതിന് പകരം മനുഷ്യൻ്റെ പദവി ഉയർത്തി ദൈവം, മനുഷ്യൻ എന്നിവ പരസ്പരം മാറ്റാവുന്ന പദങ്ങളാക്കാവുന്നതാണ്. രണ്ടിൻ്റെയും മേന്മയെയും സ്ഥിരീകരിക്കുന്ന യോഗസരണിയാണ് ഈ പ്രശ്നത്തിന് പരമമായ പരിഹാരമുണ്ടാക്കേണ്ടത്. ഗുരുവിനെ പിരിയുന്നു എന്ന ഉപാധ്യായം. കഴിഞ്ഞ പല സന്ദർഭങ്ങളിലും ഗുരു എനിക്കു നൽകിയ വിലയേറിയ ജ്ഞാനോപദേശങ്ങളോളം തന്നെ മഹനീയമായൊരു പാഠം ഉപദേശിക്കുന്ന തരത്തിൽ വിടവാങ്ങുന്ന സമയത്തൊരു സംഭാഷണം നടന്നു. കഴിഞ്ഞ ഒട്ടധികം സംവത്സരങ്ങളായി തുടരെ നൽകിക്കൊണ്ടിരുന്ന ജ്ഞാനോപദേശങ്ങൾ സമാപിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലുള്ളൊരു സൂചന ഇതിന് ഏകദേശം 1 വർഷം മുമ്പ് തന്നെ ഗുരു നൽകിക്കഴിഞ്ഞിരുന്നു. അത് തൃശ്ശൂരിൽ വെച്ചാണ് നടന്നത്. ഗുരു പ്രധാന ശിഷ്യരുമൊത്ത് അന്നവിടെ വിശ്രമിക്കുന്നു. താൻ തുടങ്ങിവെച്ച പ്രസ്ഥാനം തൻ്റെ കാലശേഷം തുടർന്നു പോകേണ്ടതെങ്ങനെയെന്ന വിഷയത്തെപ്പറ്റി ഗുരു ചിന്തിക്കുകയാണ്. ഞാനാണെങ്കിൽ ഗുരുവിനെ സമീപിക്കുന്നത് എപ്പോഴും ഒറ്റയ്ക്കാണ്. 1-2 മണിക്കൂർ ഞങ്ങൾ അങ്ങനെ കഴിയുമ്പോൾ പാഠങ്ങൾ നടക്കും. അതാണ് ധാരണ. ഞങ്ങൾ ഒത്തുകഴിയുന്ന 4-5 ദിവസം ഇങ്ങനെ പാഠം നടക്കും. ജ്ഞാനോപദേശ വിഷയത്തിൽ ഗുരു പാലിച്ചിരുന്ന പൗർവാപര്യം ഏത് സർവകലാശാല പ്രൊഫസർക്കും ചേരുന്ന തരത്തിലുള്ളതായിരുന്നു. ഗുരു അത് കൂടുതൽ മൗനമായി ഉള്ളിൽ കരുതിയിരുന്നു എന്നേയുള്ളൂ. അന്ന് ഞാൻ പാഠത്തിന് ചെല്ലുകയാണെന്ന് കണ്ടിട്ട് ഗുരു സംവാദത്തിന് മുതിരുന്നതിന് പകരം കണ്ണും പൂട്ടിയിരിക്കുക മാത്രമാണ് ചെയ്തത്. പാഠങ്ങളെല്ലാം പരിസമാപിച്ചിരിക്കുന്നു എന്ന് എന്നോട് പറയുകയായിരുന്നു.
തൃശ്ശൂരിലെ ഈ സന്ദർശന വേളയിൽ ഗുരുവിൻ്റെയും ശിഷ്യന്മാരുടെയും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുപ്പ് നടന്നു. അതിൻ്റെ സംയോജകരുടെ മുറ തെറ്റിയുള്ള ചില പെരുമാറ്റങ്ങൾ നിമിത്തം ഇതിൽ ചേരാതെ ഞാൻ ഒഴിഞ്ഞു നിന്നു. ഗുരു ഇത് മനസ്സിലാക്കുകയും ഗുരു തന്നെ എന്നെ വിളിച്ച് ഫോട്ടോയ്ക്ക് ഇരിക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. ഈ സംഭവം ഇന്നും രേഖയായിരിക്കുന്നുണ്ട്. ഇത്തരം വിശദാംശങ്ങൾ ഒട്ടേറെയുണ്ട്. ഗുരുവിൻ്റെ അംഗീകാരമോ നിരാകരണമോ സൂചിപ്പിക്കുന്ന പ്രോജ്വലത്തായ നോട്ടങ്ങൾ എന്നിൽ പതിച്ച് വാക്കുകളേക്കാൾ അർത്ഥഗർഭമായ മാർഗനിർദ്ദേശം എനിക്ക് നൽകിയിട്ടുണ്ട്. ഈ പറഞ്ഞു വന്ന സന്ദർഭം ഗുരുവിനെ ഞാൻ പ്രത്യക്ഷത്തിൽ അവസാനമായി കാണുകയായിരുന്നു. ഗുരു എൻ്റെ കൈവശം ഒരു ചുരുൾ കറൻസി നോട്ടുകൾ തന്നു. അത് ഗുരുവിൻ്റെ സ്വന്തം കണക്കിലുള്ളതാണെന്നും ഏതെങ്കിലും സംഘത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ വകയല്ലെന്നും ഗുരു പ്രത്യേകം പ്രസ്താവിക്കുകയും ചെയ്തു. അത്തരം ഏതെങ്കിലും സംഘത്തിൽ ഉൾപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നത് ഗുരുവിനറിയാമായിരുന്നു. എത്ര കാലമാണ് ഞാൻ വിദേശത്ത് കഴിയാൻ പോകുന്നതെന്ന് ഗുരു കനിഞ്ഞെന്നോട് ചോദിച്ചു. 8 മാസക്കാലം എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. അപ്പോൾ ഗുരു ഉറക്കെ ചിന്തിക്കുന്നത് പോലെ 4 മാസം എന്ന് പറയുകയുണ്ടായി. പിന്നെ ഒരു പ്രസാദം എനിക്ക് തരാൻ ആജ്ഞാപിച്ചു. 2 പരിചാരകർ 2 പഴം കൊണ്ടുവന്നു. ഒരു മാമ്പഴവും ഒരു മാതളപ്പഴവും. അവ വാങ്ങി എനിക്ക് നൽകിക്കൊണ്ട് ഗുരു എന്നെ സമ്പൂർണ്ണം അനുഗ്രഹിച്ചാശീർവദിച്ചു. യാദൃശ്ചികമായി വന്നു ചേർന്ന 2 പഴം ഇരട്ട വിജയമാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആ വിടവാങ്ങൽ നടന്നു. ഫലത്തിൽ ആ കൃത്യം ഞങ്ങൾ 2 പേരെയും മുമ്പത്തേക്കാളെല്ലാം ദൃഢതരമായി കൂട്ടിയിണക്കുകയായിരുന്നു. ഞാൻ മുമ്പത്തേക്കാളെല്ലാം വേർപെടുത്താനാവാത്തവണ്ണം ഗുരുവിന് വേണ്ടി ആത്മാർപ്പണം ചെയ്തു. 1-ാം ഭാഗം പൂർത്തിയാകുന്നു. ഗുരു ഓം തത്സത്.